ഹലോ, വെൽക്കം ടു ഫാസിനേറ്റിംഗ് വേൾഡ് ഓഫ് സ്റ്റഡി. ഇന്നത്തെ വീഡിയോ കണ്ടപ്പം മനസ്സിലായി കാണും. നമുക്ക് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് മാർച്ച് അങ്ങോട്ട് വരുമ്പോൾ തന്നെ എക്സാംസുകൾ വരികയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ മോഡൽ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് +1, +2 കുട്ടികൾക്ക് മോഡൽ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തമ്പനയിൽ കണ്ടു കാണും. ഈ പറയുന്ന +1, +2 കുട്ടികൾക്ക് എങ്ങനെ നമുക്ക് ഇനി പഠിച്ചാലും അത്യാവശ്യം ഒരു നല്ല മാർക്കോട് കൂടി നമുക്ക് പാസ്സാകാൻ പറ്റും എന്നുള്ളതാണ്. ഇതൊരു ജസ്റ്റ് ഒരു സ്ട്രാറ്റജി, കുറച്ച് സ്ട്രാറ്റജീസുകൾ പറഞ്ഞു തരികയാണ്. ഇത് ഒരിക്കലും ഒരു A+ലേക്ക് വേണ്ടിയിട്ടുള്ള പഠനം എന്നുള്ള രീതിയിലല്ല. ഇനി ഇതിപ്പം ഒരു അവസാന നിമിഷത്തിലേക്ക് എത്തി. ആക്ച്വലി നമ്മൾ അന്നന്ന് പഠിക്കുന്ന പോർഷൻസുകൾ അന്നന്ന് പഠിച്ചു പോവുകയും എക്സാംസുകൾ അറ്റൻഡ് ചെയ്യുകയും അത് പിന്നീട് റിവിഷൻ ചെയ്യുന്നതുമാണ് സാധാരണഗതിയിൽ ഈ ഒരു ടൈമിൽ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും ഇതൊന്നും ചെയ്യാൻ പറ്റാതിരുന്ന കുട്ടികൾ കാണും. അപ്പോൾ അവർക്കൊരു ടെൻഷൻ കാണും. ഇനിയും കവർ ചെയ്തെടുക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് എസ്പെഷ്യലി ടഫ് എന്ന് വിചാരിക്കുന്ന സബ്ജക്ട്സുകളുണ്ട്. മിക്കവാറും കുട്ടികൾക്ക് ഈ പറയുന്ന മാത്സ് ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ഒക്കെ ആണെങ്കിലും ടഫ് ആയിട്ടുള്ള സബ്ജക്ട്സുകളാണെന്ന് വിചാരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്ന സമയങ്ങളിൽ ഇത് കവർ ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പം ഈവൻ മോഡൽ എക്സാംസിന് പോലും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോകാത്തവരുണ്ടായിരിക്കും. പിന്നീട് ഇനി പഠിച്ചിട്ടും നമുക്ക് പബ്ലിക് അത്യാവശ്യം നല്ല മാർക്കോട് കൂടി ഒരു അത്യാവശ്യം മിനിമം മാർക്കിനേക്കാളും കൂടിയ മാർക്കിൽ നിന്നുകൊണ്ട് നമുക്ക് വിജയിച്ചെടുക്കാൻ പറ്റും എന്നുള്ള അതെങ്ങനെ നമുക്കത് ചെറിയ ചെറിയ വർക്കുകളിലൂടെ അല്ലെങ്കിൽ വലിയ വർക്കുകൾ ചെയ്ത് നമുക്കത് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ +1, +2 കുട്ടികൾക്ക് എങ്ങനെ ഫിസിക്സ് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഫിസിക്സ് പഠിപ്പിച്ചത് കൊണ്ട് ആ സബ്ജക്റ്റിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം ഇതിനകത്ത് ജസ്റ്റ് നമുക്ക് എങ്ങനെ അത് ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ട്രിക്സുകളാണ് പറയുന്നത്. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനിയും നമുക്ക് സമയമുണ്ട് എന്ന് കരുതി നമുക്ക് ഭയങ്കരമായിട്ട് പഠിച്ചെടുക്കാനുള്ളൊരു ടൈമില്ല. കാരണം നമുക്ക് എല്ലാ സബ്ജക്ട്സുകളും പഠിച്ചെടുക്കണം. അപ്പോൾ ഭയങ്കരമായിട്ട് പഠിച്ചെടുക്കാനുള്ളൊരു ടൈമില്ല. എങ്കിൽ പോലും നമ്മൾ ടൈം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനിയുള്ള ടൈം പോലും നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സമയമുണ്ട് എന്ന് ആദ്യം തിരിച്ചറിയാം. അപ്പോൾ അതുകൊണ്ട് ടെൻഷൻസ് ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ അത് ഞാൻ പറയുമ്പോൾ ചിലർ പറയും ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യാമോ എന്നൊക്കെ. അപ്പോൾ പലരുടെയും സ്റ്റഡി പ്ലാനുകൾ എടുത്ത് യൂസ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ നമ്മൾ ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽ ആണ്. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ ഡിഫറൻസുകളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മളൊരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം. കാരണം ഇപ്പോൾ എനിക്ക് എൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയാം. അപ്പം എനിക്ക് മാത്സ് ചിലപ്പോൾ നന്നായിട്ട് അറിയായിരിക്കും. എനിക്ക് ചിലപ്പോൾ ഫിസിക്സ് ആയിരിക്കും വീക്ക്. പക്ഷേ എനിക്ക് ചിലപ്പം ഇപ്പോൾ മലയാളം പഠിക്കാൻ എനിക്ക് ചിലപ്പോൾ അത്ര സമയം വേണ്ടി വന്നു എന്നിരിക്കത്തില്ല. അപ്പോൾ അതിനനുസരിച്ച് ടൈം ടേബിൾ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടൈം ടേബിൾ വെച്ചുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. ഇന്ന ദിവസങ്ങളിൽ ഞാൻ ഇന്ന സബ്ജക്ട്സുകൾ അത്യാവശ്യം നല്ല രീതിയിൽ കവർ ചെയ്ത് വെച്ചിരിക്കുക. പിന്നീട് അതിന് ബാക്കി സബ്ജക്ട്സുകൾ കൂടി ടൈം കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ചുകൊണ്ട് നമുക്ക് ഏതാണ് ടഫ്, ഏതാണ് ഈസി എന്നതനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് എത്ര പോർഷൻസ് പഠിച്ചു തീർക്കാം. ഇപ്പോൾ ചില സബ്ജക്ട്സുകൾ അത്യാവശ്യം എളുപ്പമായതുകൊണ്ട് അത് ചിലപ്പം കവർ ചെയ്ത് വെച്ച് കാണും. അതേസമയം പാടുള്ളത് മാറ്റി മാറ്റി അവസാനത്തേക്ക് വെച്ചിട്ട് സമയം കിട്ടാത്തവരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് സബ്ജക്ട്സുകൾക്ക് ഈക്വൽ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമ്മുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോഴും ഞാൻ പറയുന്നു, ഈ സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ ഇനി ഒരു ദിവസം 2 ദിവസം ഫുൾ എടുത്ത് സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യരുത്. ഓക്കെ, അല്ലാതെ ഒരു സ്റ്റഡി പ്ലാൻ ഒരു 10 മിനിറ്റ് ഒക്കെ ഇരുന്ന് ആലോചിച്ച് ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി ഞാനിപ്പോൾ ഫിസിക്സിൻ്റെ സബ്ജക്ട്സിൻ്റെ കേസ് മാത്രമേ പറയുന്നുള്ളൂ. സ്റ്റഡി പ്ലാൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യണമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടിരുന്നാൽ മതി. അപ്പോൾ ഫിസിക്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇനി പഠിച്ചാലും മതി എന്നുള്ളൊരു ധാരണ നമ്മൾ ഉണ്ടാക്കി എടുക്കുക. ഒരു അത്യാവശ്യം ഒരു മിനിമം മാർക്ക്, അതിൽ കൂടുതൽ മാർക്കോടുകൂടി നമുക്ക് ജയിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ആദ്യം നമ്മൾ സെറ്റ് ചെയ്യുക. ഇനി പാടാണെന്നുള്ളൊരു വിചാരം അല്ലെങ്കിൽ നമുക്ക് പഠിച്ചാൽ കിട്ടുമോ എന്നുള്ളൊരു ചിന്ത ആദ്യം നമ്മൾ ഇന്ന് എടുത്ത് കളയാം. പാടാണത് എങ്കിലും നമ്മൾ എടുത്തു കളയാൻ ശ്രമിക്കാം. പിന്നീട് ചെയ്യേണ്ടത് നമ്മുടെ ചാപ്റ്റേഴ്സുകൾ എടുക്കുക. ചാപ്റ്റേഴ്സുകൾ എടുത്തിട്ട് അതിൽ നിന്ന് വെയിറ്റേജ് മനസ്സിലാക്കാം. അപ്പോൾ ചില ചാപ്റ്റേഴ്സുകൾക്ക് ഇപ്പം 15 ചാപ്റ്റേഴ്സ് ഉള്ളത്, 15 ചാപ്റ്റേഴ്സിൽ പലതിനും പല വെയിറ്റേജുകളാണ്. +1 +2 പലതിനും പല വെയിറ്റേജുകളാണ്. ഇപ്പോൾ +2 വരുന്ന സമയത്ത് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആ പോർഷൻസ് നല്ല വെയിറ്റേജ് ഉള്ളതാണ്. അതുപോലെ തന്നെ ഒപ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കും. അതിൽ തന്നെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഉൾപ്പെടുന്ന ചാപ്റ്റേഴ്സുകൾക്കൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റേജ് ആണ്. അപ്പോൾ ആ ചാപ്റ്റേഴ്സ് പാടാണ്, അത് അവസാനത്തേക്ക് മാറ്റി വെക്കാമെന്ന് വിചാരിക്കുന്നവരുണ്ട്. അത് കൂടാതെ തന്നെ ഈ എളുപ്പമുള്ള ചില ചാപ്റ്റേഴ്സുകളുണ്ട്. അത് നമ്മൾ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കും. ഈ പറയുന്ന ആറ്റങ്ങളെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്ന ആറ്റം, ന്യൂക്ലിയസ്, അതുപോലെ തന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഒക്കെ വരുന്ന ചാപ്റ്റേഴ്സ് അത്യാവശ്യം നമുക്ക് വളരെ എളുപ്പത്തിൽ കവർ ചെയ്ത് പോകാവുന്ന ചാപ്റ്റേഴ്സുകളാണ്. അപ്പോൾ അതിൽ കുറേ പ്രയോറിറ്റി കൊടുത്തിരിക്കാതെ നമ്മൾ വെയിറ്റേജ് നോക്കുക. അപ്പോൾ വെയിറ്റേജ് നോക്കിയിട്ട് വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ നമ്മൾ ആദ്യമേ തന്നെ കവർ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കാം. ഇനിയിപ്പോൾ നമുക്ക് എല്ലാം കൂടെ പഠിച്ചെടുക്കുക നടക്കത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്,
നമ്മളിപ്പോൾ വെയിറ്റേജ് നോക്കിയിട്ടുള്ള ചാപ്റ്ററുകൾ അത്യാവശ്യം അതിനകത്ത് ഇമ്പോർട്ടൻസ് എന്ന് തോന്നുന്ന അത്യാവശ്യം പോർഷൻസുകൾ നമ്മൾ പഠിക്കുക. ഇനി നമുക്ക് അതിനകത്ത് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ കളക്ട് ചെയ്യാം. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യാൻ ഇപ്പോൾ എളുപ്പമാണ്. നമുക്ക് നെറ്റിൽ ഓൺലൈനായിട്ട് അവൈലബിൾ ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്കൊരു 5 വർഷത്തെ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും, ഈവൻ മോഡൽ നടത്തിയ ക്വസ്റ്റ്യൻസ് കാണും, മിഡ് ആയിട്ട് നടത്തിയ ആനുവൽ എക്സാംസ് ആയിട്ട് നടത്തിയ ക്വസ്റ്റ്യൻസ് കാണും. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ ബാങ്കുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള കുറേയേറെ ക്വസ്റ്റ്യൻസുകൾ എടുത്തതിന് ശേഷം സേ ക്വസ്റ്റ്യൻസ് അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസും എടുത്തതിന് ശേഷം അതിൽ നിന്നെല്ലാം ഇപ്പം നമ്മളൊരു ചാപ്റ്റർ എടുത്തിരിക്കുകയാണ്, വെയിറ്റേജ് കൂടിയ ഒരു ചാപ്റ്റർ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ ചാപ്റ്റർ ഇപ്പം അൾട്ടർനേറ്റിംഗ് കറണ്ട് എക്സാമ്പിൾ പറയാൻ വേണ്ടി ഞാനിപ്പോൾ അൾട്ടർനേറ്റിംഗ് കറണ്ട് പഠിക്കാൻ എടുത്തു എന്നിരിക്കട്ടെ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയർ ഒരു 5 വർഷത്തേക്കുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു പാറ്റേൺ മനസ്സിലാവും. ഇപ്പം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒന്നാണ് LCR സർക്യൂട്ടായിട്ട് ബന്ധപ്പെട്ട് പവർ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസുകളൊക്കെ എപ്പോഴും കാണുന്നതാണ് ആണല്ലോ. അതുപോലെ തന്നെ ആ ചാപ്റ്റർ അല്ലെങ്കിൽ അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ, അതുമായിട്ട് ബന്ധപ്പെട്ട് ട്രാൻസ്ഫോമർ ലോസ്, അത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർലി എപ്പോഴും ചോദിക്കുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് ആ ചാപ്റ്ററിൽ ആദ്യം പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ ഓരോ ചാപ്റ്റർ വൈസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നിടത്തോളം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. ഇനി ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോ ചാപ്റ്ററിലും ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് വേണമെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി. അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കാം. ഇനി അതുപോലെ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ കുട്ടിക്ക് പറ്റുന്ന ഒരു പ്രശ്നമാണ്, അത് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഈ പറയുന്ന ഫിസിക്സ് അതുപോലെ തന്നെ കെമിസ്ട്രി പോലുള്ള സബ്ജക്ട്സുകൾക്കൊക്കെ ഈ കുട്ടികൾ ചാപ്റ്റർ ഇരുന്ന് പഠിക്കും. പ്രീവിയസ് ഇയർ ചിലപ്പോൾ നോക്കും, ചിലപ്പം നോക്കാതെ ചാപ്റ്റർ വൈസ് പഠിച്ചു പോകും. പക്ഷേ അതൊരു എക്സാം ഹാളിൽ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ആ സമയത്ത് നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ ഞങ്ങൾ പഠിച്ചില്ലല്ലോ എന്ന് കുട്ടികൾ പറയും. പക്ഷേ ആക്ച്വലി നമ്മൾ പഠിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന രീതി വ്യത്യസ്തമായതുകൊണ്ട് നമുക്ക് അതെന്താണെന്ന് നമ്മൾ പഠിച്ചതാണോ അല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു പ്രശ്നം. അത് കഴിഞ്ഞ് എക്സാം എഴുതി കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പറയും അയ്യോ ഇതായിരുന്നോ ടീച്ചറെ എന്ന് ചോദിക്കുന്ന പല കുട്ടികളും ഉണ്ട്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ ഒരുപാട് പ്രീവിയസ് ഇയർ കണ്ട് പഴയിക്കണം. അതിനൊരു എക്സാമ്പിൾ പറയട്ടെ. ഈ ഒരു വർഷം, അതായത് 2 വർഷം മുൻപ് കൂളോംസ് ലാ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അതായത് അത് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ അല്ല. നമുക്കറിയാം കൂളോംസ് ലാ ഒരു +2 കുട്ടി കയറുന്ന ആ ഒരു ടൈം, അതായത് ആദ്യത്തെ ചാപ്റ്ററിലാണ് കൂളോംസ് ലായെ പറ്റി പറയുന്നത്. അന്ന് മുതൽ അവൻ ആ വർഷം അവസാനിക്കുന്നത് വരെ കൂളോംസ് ലാ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കേട്ട് എല്ലാവർക്കും തറവാവുന്ന ഒരു ലോ ആണ് കൂളോംസ് ലാ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൂളോംസ് ലാ നന്നായിട്ട് പഠിച്ചു പോകും, അതിൻ്റെ ഇക്വേഷൻസും ഒക്കെ ഫോഴ്സിൻ്റെ ഇക്വേഷൻസും ഒക്കെ പഠിച്ചു പോകും. പക്ഷേ പറ്റുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ആ പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻ ചോദിച്ചത് കൂളോംസ് ലാ എഴുതാനല്ല ചോദിച്ചത്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും, ക്ലാസ്സിലിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും കൂളോംസ് ലാ അറിയാം. പക്ഷെ ചോദിച്ചത് ഇങ്ങനെയാണ്, 2 ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലോ, ആ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നത്. ഓക്കെ. പക്ഷേ പല കുട്ടികൾക്കും ഈ 2 ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ലോ എന്ന് അറിയാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ചെയ്യുന്നത് ലോ പഠിച്ചു വെക്കാണ്, ലോയുടെ മീനിങ് അറിഞ്ഞ് പഠിച്ചു വെക്കുകയല്ല. അതുകൊണ്ട് ഇനി നമുക്ക് അത്രയും ഡീപ്പായിട്ട് പഠിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്, അതുപോലെ ഏതൊക്കെ രീതിയിൽ ചോദിച്ചാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാൻ പറ്റും എന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ അതിനെ നമുക്ക് സമയമുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കി നമ്മളൊരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. അതുപോലെ അടുത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പഠിക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഫിസിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഇക്വേഷൻസും ഡെറിവേഷൻസും ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ലോസ് ആണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ ചില കുട്ടികൾ കാണാതിരുന്ന് പഠിക്കും. അതും കാണാതെ പഠിക്കാനായിട്ട് ഞാൻ പറയത്തില്ല. പക്ഷേ അങ്ങനെ ലോസ് ഒക്കെ പിന്നെയും നമുക്ക് കാണാതെ പഠിച്ചെങ്കിലും വെച്ചിരിക്കാം. ഇപ്പോൾ സെക്കൻഡ് ലോയും തേർഡ് ലോയും ഒക്കെ വേണമെങ്കിൽ കാണാതെ പഠിച്ച് വെച്ചിരിക്കാം, ന്യൂട്ടൻ്റെയൊക്കെ. അതേസമയം അല്ലാത്ത ചില ഡെറിവേഷൻസുകളൊന്നും നമുക്ക് കാണാതെ പഠിച്ച് വെച്ചിരുന്നുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ നമുക്കത് പകുതി വെച്ച് സ്റ്റക്കായി പോകും. പിന്നീട് എന്താ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പിന്നീട് നമുക്ക് എവിടുന്ന് തുടങ്ങണം എന്ന് നമുക്ക് ഓർക്കാൻ പറ്റത്തില്ല. അതേസമയം നമ്മൾ അതിൻ്റെ ഒരു പാറ്റേൺ പഠിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് എവിടുന്ന് എപ്പോഴും മറന്നുപോയാലും നമുക്ക് റിക്കവർ ചെയ്ത് എടുക്കാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, കഴിവതും സമയമെടുത്ത് എഴുതി പഠിക്കുക. പഠിക്കുന്ന കാര്യങ്ങൾ തറവാക്കി പോകുക എന്നുള്ളത് മാത്രം ചെയ്താൽ മതി. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടായെങ്കിൽ പോലും, അതായത് നമ്മളിപ്പോൾ ഓടി നടന്ന് എല്ലാ ചാപ്റ്റേഴ്സും ഒരു ദിവസം കൊണ്ട് ഇരുന്ന് തീർക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം 10 മാസം കൊണ്ട് പഠിക്കാനുള്ള സിലബസ് ആണുള്ളത്. അപ്പോൾ അത് 2 ദിവസം കൊണ്ട് നമുക്ക് എല്ലാം കൂടെ കവർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി ഒരുമിച്ചിരുന്ന് കാണാതിരുന്ന് പഠിച്ചു വെക്കുക എന്ന് പറയുന്നത് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പിന്നീട് ഒരു 2-3 ദിവസം കഴിഞ്ഞ് എടുത്ത് നോക്കിയാലും നമ്മളത് നന്നായിട്ട് ഓർക്കുന്ന രീതിയിൽ വേണം അന്ന് പഠിച്ച് കവർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴിവതും ഈ പറയുന്ന ഡെറിവേഷൻസുകളെല്ലാം എഴുതി പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഇപ്പോൾ നോട്ടീസ് ബുക്കൊക്കെ 10 രൂപയ്ക്കൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതൊക്കെ വാങ്ങിച്ച് ചെറിയ ചെറിയ കോളങ്ങളാക്കി നമ്മൾ കഴിവതും ഷോർട്ടായിട്ട് എഴുതി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഡെറിവേഷൻസുകൾ കഴിവതും അങ്ങനെ എഴുതി പഠിക്കാനായിട്ട് ശ്രമിക്കാം.
അപ്പോൾ ഡെറിവേഷൻസ് പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചെറുതായിട്ട് പ്രോബ്ലം കൂടി അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം കൂടി ഒന്ന് വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഈ പ്രോബ്ലം വർക്കൗട്ടിങ് പിന്നെ ഓരോ ചാപ്റ്ററിൽ എന്താണ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളതെന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമന്റ് ചെയ്യുക. അതുമൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതിൽ തന്നെ എല്ലാം കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് തന്നെ ഒരു ലോങ് വീഡിയോ ആയി പോകും. അതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പ്രോബ്ലം കൂടി ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്രോബ്ലം ചെയ്യുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാം. ഇപ്പോൾ 3 മാർക്കിനുള്ള ഒരു പ്രോബ്ലം ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സാധനം പഠിച്ചുകൊണ്ട് പോയി അതൊരു ഡെറിവേഷൻ ആയിട്ട് എഴുതുന്നതിനേക്കാളും ഈസി ആയിട്ട് ചിലപ്പം നമ്മൾ കാര്യങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ കുറേ കാര്യങ്ങൾ കിട്ടും. പിന്നെ ആ ഒരു ഇക്വേഷൻ എഴുതി കൊടുക്കുക, അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, കാൽക്കുലേറ്റ് ചെയ്യുക, കാൽക്കുലേറ്റർ ഉണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക, 3 മാർക്ക് അവിടെ കിട്ടും. അതും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ മാർക്ക് അവിടെ കിട്ടും. അങ്ങനെ പ്രോബ്ലത്തിനും കൂടി ഇപ്പം പ്രോബ്ലം എന്ന് പറയുമ്പോൾ ട്രാൻസിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസുകൾ കാണും. ഇപ്പോൾ ടേൺസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, വോൾട്ടേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ്, അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസുകൾ കാണും. അപ്പോൾ അതൊക്കെ കഴിവതും നമ്മൾ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പല കുട്ടികളും ചിന്തിക്കുന്ന ഒരു കാര്യം, അയ്യോ പ്രോബ്ലം അല്ലേ അത് ഞങ്ങൾക്ക് പറ്റത്തില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ അത് ചിന്തിക്കാതെ നമ്മൾ ഈ പഠിക്കുന്ന പോർഷൻസിനോടൊപ്പം തന്നെ ആ ചാപ്റ്ററിൽ ചെറിയ പ്രോബ്ലംസുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് 1-2 പ്രോബ്ലംസുകൾ ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ അതും ഈ എഴുതി തന്നെ 1-2 തവണ 2-3 ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് തന്നെ ആ ഒരു ട്രാക്കിലോട്ട് എത്തി വെക്കുക. ഇനി അതുപോലെ തന്നെ സമയമുണ്ടെങ്കിൽ മാത്രം ഒരു ചെറിയൊരു പേപ്പർ എടുത്ത് ചെറിയ കോളംസ് ആയിട്ട് തിരിച്ചിട്ട് അതിനകത്ത് ഈ പഠിക്കുന്ന കാര്യങ്ങൾ ചാപ്റ്റർ ബേസ്, ഇപ്പോൾ നമ്മളൊരു ചാപ്റ്റർ വെയിറ്റേജ് ഉള്ള ആദ്യത്തെ ഒരു ചാപ്റ്റർ എടുത്തു, എന്നിട്ട് ആ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്, അതിനകത്ത് പോയിന്റ് ഇട്ട് അതിനകത്ത് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇപ്പോൾ കളർ പെൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ന് കരുതി ഇതിനായിട്ട് ഫുൾ ടൈം ഇരിക്കരുത്. നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ചെറുതായിട്ട് ഒന്ന് പോയിന്റ് വൈസ് ഒന്ന് മാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സാമിൻ്റെ ഒരു തലേ ദിവസം നമ്മളിങ്ങനെ ഫുൾ ഇരുന്ന് പഠിക്കാതെ ജസ്റ്റ് ഇതെടുത്ത് നോക്കി നമുക്ക് ഓർമ്മയുണ്ടോ എന്ന് റിവിഷൻ ചെയ്ത് നോക്കാൻ അത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും. പിന്നെ പഠിക്കാനിരിക്കുമ്പോൾ നമ്മൾ ഫോഴ്സ്ഫുള്ളി പഠിക്കാനിരിക്കുന്നത് പോലെ ഇരിക്കരുത്. നല്ല മൈൻഡൊക്കെ ഫ്രീ ആക്കി റിലാക്സ് ആയി, പാടാണ് ഈ പരീക്ഷ സമയത്ത് നമുക്ക് റിലാക്സ് ആയിട്ട് ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും ടൈമുണ്ട്, ഇനിയും നമുക്ക് പഠിച്ചെടുത്താൽ അത്യാവശ്യം ഒരു ആവറേജ് മാർക്കോളം നമുക്ക് സ്കോർ ചെയ്ത് പാസ്സാകാൻ പറ്റും എന്ന് നമ്മുടെ മൈൻഡിനെ പറഞ്ഞ് സെറ്റാക്കി അതിന് വേണ്ടിയിട്ട് ഇനിയും കുറച്ച് ടൈമുണ്ട്. അപ്പോൾ ഈ സമയം പഠിച്ചാൽ, ഈ സമയമെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആക്ടിവിറ്റീസ്, ഫോണിലൊക്കെ നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, TV-യിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, പുറത്ത് പോയി കളിക്കാൻ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെ നമ്മളിപ്പോൾ പുറത്ത് കറങ്ങാൻ പോകാൻ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് ഇനിയുള്ള സമയം കൂടി നമുക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. ഇത്രയും സമയം കൊണ്ട് നമുക്ക് പഠിച്ചാലും മതി, നല്ലൊരു മാർക്കിലോട്ട് എത്താം, +2 പാസ്സാകാതിരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ അത്യാവശ്യം ഒരു നല്ല മാർക്കോടുകൂടി നമ്മൾ പാസ്സാകുന്നതെന്ന് നമ്മൾ മൈൻഡിനെ പറഞ്ഞ് സെറ്റാക്കി മടിയൊക്കെ മാറ്റി വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഒരുപാട് ഡിസ്റ്റർബൻസ് പുറത്തുനിന്ന് ഉണ്ടാകാത്ത രീതിയിൽ നല്ലൊരു കാമായിട്ടുള്ള രീതിയിൽ ഇരുന്ന് അപ്പം ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് പോവാതെ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ കൈക്ക് എത്തുന്ന സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ട് ഇരുന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മൾ പഠിക്കുന്ന ആ ഒരു അത്രയും ടൈം, ഇപ്പം 5 മിനിറ്റ് പഠിക്കുന്നു, എഴുന്നേറ്റ് പോകുന്നു, വീണ്ടും 5 മിനിറ്റ് പഠിക്കുന്നു, വീണ്ടും ഫോൺ എടുത്ത് നോക്കുന്നു, അങ്ങനെ ഇരുന്ന് പഠിച്ചാൽ അതൊരു എഫക്റ്റീവ് പഠനമല്ല. മറിച്ച് നമ്മൾ ഒരു പെർട്ടിക്കുലർ പോർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് എഴുന്നേക്കൂ എന്ന് ഉറപ്പിച്ച് അത് വ്യക്തമായിട്ട് പഠിച്ച് അത് 2-3 തവണ നമ്മൾ അതൊന്ന് റിവിഷൻ ചെയ്ത് നോക്കി, അല്ലെങ്കിൽ ഒരു തവണ നമ്മൾ പഠിച്ചിട്ട് പിന്നെ അതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ലെൻസ് മേക്കേഴ്സ് ലോ ഞാൻ എഴുതി പഠിച്ചു കഴിഞ്ഞിട്ട് പഠിച്ചു എനിക്കെല്ലാം മനസ്സിലായി മടക്കി വെച്ചിട്ട് പോവുമല്ല, മറിച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് അത് ഒന്നേന്ന് എഴുതി നോക്കണം, എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ, എന്നിട്ട് അതവിടെ മടക്കി വെക്കുന്നില്ല. വീണ്ടും 2-3 ദിവസം കഴിഞ്ഞ് വേറെയൊക്കെ പഠിച്ചതിന് ശേഷവും നമ്മൾ ഈ പറയുന്ന ചാപ്റ്റർ ഒന്നുകൂടി റിവൈസ് ചെയ്യാണ്. ആ രീതിയിലൊരു സ്ട്രാറ്റജി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. പിന്നെ കൂളായിട്ട് പഠിക്കുക. പഠിക്കുന്ന ഒന്നും നമുക്ക് എക്സാം ഹാളിൽ എഴുതാൻ പറ്റും എന്ന് തന്നെ ചിന്തിക്കുക. എഴുതാൻ പറ്റും, അതങ്ങനെയാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് പഠിച്ചിട്ടുണ്ട്, നമ്മൾ അതിനകത്ത് എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എക്സാം ഹാളിൽ അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് 100% ആണ്. അപ്പോൾ അങ്ങനെ തന്നെ പഠിച്ചു പോവാം. ഓക്കെ, നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രാറ്റജീസോ അല്ലെങ്കിൽ അതുപോലെ ഓരോ ചാപ്റ്റേഴ്സും വെയിറ്റേജ് അനുസരിച്ച് എങ്ങനെ പഠിക്കണമെന്നോ, ഓരോ ചാപ്റ്റേഴ്സിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസുകളാണ്, പ്രത്യേകിച്ച് ഫിസിക്സ് ആണ്, അപ്പോൾ എനിക്ക് ഫിസിക്സിനെ പറ്റിയിട്ടായിരിക്കും പറയാൻ പറ്റുന്നത്. അപ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മളൊന്ന് ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടത്, അതുപോലെ തന്നെ ഏതൊക്കെ പ്രോബ്ലംസുകളാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് എന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടിരുന്നാൽ മതി. അതൊരു പ്രത്യേക വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, ബൈ.